بسم الله الرحمن الرحيم. الله نزل أحسن الحديث كتابا متشابها مثانية تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1599 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ അധ്യായമായ സൂറത്ത് സുമറിലെ 23-ാമത്തെ ആയത്താണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله نزل أحسن الحديث كتابا متشابها مثاني تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. صدق الله العلي العظيم. സൂറത്ത് സുമറിലെ 23-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകൾ 21, 22 ആയത്തുകളിൽ അല്ലാഹു വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം പ്രസ്താവിക്കുകയുണ്ടായി. അല്ലാഹുവിന്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടാൻ ഈ പ്രപഞ്ച സംവിധാനത്തിലെ വിവിധങ്ങളായ ദൈവിക ദൃഷ്ടാന്തങ്ങൾ മനുഷ്യന് ഏറ്റവും പ്രയോജനകരമായതാണ് എന്ന് ചൂണ്ടിക്കാണിച്ച ശേഷം അതിനൊരു ഉദാഹരണമായിട്ട് അല്ലാഹു ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചതെന്ന കാര്യവും അത് ഭൂമിയിലെ ജലസ്രോതസ്സുകളെ സമ്പുഷ്ടമാക്കുകയും പിന്നീട് ആ ജലസ്രോതസ്സുകളിൽ ഊറി വന്നിട്ടുള്ള വെള്ളം അല്ലെങ്കിൽ ആ ജലസാന്നിധ്യം ഭൂമിയുടെ നാടിഞരമ്പുകളിലായിട്ട് ശേഖരിക്കപ്പെട്ടിട്ടുള്ള ആ ജലം അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ധാരാളം വളരെ ഏറെ വൈവിധ്യമുള്ള വിധത്തിലുള്ള വിളകളെ അല്ലാഹു ഉൽപ്പാദിപ്പിച്ചു തരികയും ആ വിളകള് മൂപ്പെത്തി അതിനെ തുടർന്ന് ഉണങ്ങി വരണ്ട് അത് കരിഞ്ഞുണങ്ങി അവസാനം ചവറായി മാറുന്ന ഒരു കാഴ്ച, ശുദ്ധമായി മാറുന്ന കാഴ്ച ഈ ഭൂമുഖത്ത് അധിവസിക്കുന്ന മനുഷ്യന് തന്റെ സ്വത്വപരമായ പ്രയാണം ഏതു വിധത്തിലാണ് പര്യവസാനിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ പകർന്നു നൽകുന്ന വിധത്തിലുള്ളതാണ്. അങ്ങനെ ഒരു ഉദാഹരണമാണ് അല്ലാഹു ഇവിടെ നൽകുന്നത്. മനുഷ്യജീവിതവും ഈ സസ്യലോകത്തെ പ്രതിഭാസം പോലെ തന്നെ ഒരു തുടക്കവും ഒരു വളർച്ചയും വികാസവും ഒക്കെ ഉണ്ടായി പിന്നെ അത് പൂമ്പടഞ്ഞ് നശിച്ചു പോകുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രപഞ്ചത്തിലുള്ള ഏത് സംവിധാനത്തിനും ഈ വിധത്തിലുള്ള ഒരു തുടക്കവും വളർച്ചയും പ്രയോജനപ്പെടുന്ന വിധത്തിലുള്ള ഒരു കാലവും
അതിനെ തുടർന്ന് നശിച്ചു പോകുന്ന ഒരു പ്രത്യേകതയും ഒക്കെ കാണാൻ കഴിയും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ഇതേ കാര്യം തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഏതൊന്നിനും അതിന്റെ സൃഷ്ടിപ്പിന് കാരണമായ ന്യായമായ ഒരു പ്രയോജനമുണ്ടാകും. മനുഷ്യന്റെ കാര്യത്തിലും ഈ ഒരു സംഗതി പ്രവർത്തനക്ഷമമാണ് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത്. നശ്വരമാണ് മനുഷ്യ ജീവിതം. മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള കാലയളവില് മറ്റേത് പ്രതിഭാസവും നിർവഹിക്കുന്ന പോലെ ഒരു ദൗത്യം അല്ലെങ്കിൽ ഒരു ധർമ്മം നിർവഹിച്ചുകൊണ്ടാണ് മനുഷ്യനും കടന്നു പോകേണ്ടതുള്ളത് എന്ന കാര്യം മനുഷ്യന് ബോധ്യപ്പെടാൻ വളരെയേറെ ഉപകരിക്കുന്ന ഒരു ഉദാഹരണമാണ് അല്ലാഹു ഇവിടെ നൽകിയിട്ടുണ്ടായത്. ബുദ്ധിയുള്ള ആളുകൾക്ക് ഈ ഒരു ഉദാഹരണത്തില് വലിയൊരു ഓർമ്മപ്പെടുത്തലും ഒരു ഉത്ബോധനവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഈ വക ദൈവിക ദൃഷ്ടാന്തങ്ങൾ പ്രപഞ്ചത്തിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിന്, പ്രപഞ്ചനാഥന് വിധേയപ്പെടാനുള്ള ഹൃദയവിശാലത അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുന്നു. അയാളുടെ മനസ്സിന്, അയാളുടെ നെഞ്ചകത്തിന്, അയാളുടെ ഹൃദയത്തിന് യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനും അത് സ്വീകരിക്കാനുമുള്ള വിശാലത, തുറവി അള്ളാഹു നൽകുന്നു. അങ്ങനെ അള്ളാഹു ആർക്കാണോ ഹൃദയത്തിന് വിശാലത നൽകിയിട്ടുള്ളത്, സത്യം ഉൾക്കൊള്ളാനും അതിനെ അംഗീകരിക്കാനും ഒക്കെ, അങ്ങനെയുള്ള വിശാലത ഉള്ള ആള്, വിശാലത നേടിയിട്ടുള്ള ആള് തീർച്ചയായിട്ടും തന്റെ നാഥന്റെ അടുക്കൽ നിന്നുള്ള ഒരു ജീവിത മാർഗദർശനത്തിന്റെ പ്രകാശം ഏറ്റുവാങ്ങിയ ഒരു അനുഗ്രഹീതമായ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഈ ഭാഗ്യം സിദ്ധിച്ചിട്ടില്ലാത്ത, ഹൃദയവിശാലതയോ അത് കാരണമായി സത്യം ഉൾക്കൊള്ളാനുള്ള സന്നദ്ധതയോ ഇല്ലാത്ത ആള്, ദൈവികമായി പകർന്നു നൽകപ്പെട്ട ഈ പ്രകാശം ലഭിച്ചിട്ടില്ലാത്ത ആള്, അയാളുടെ ഹൃദയം കടുകട്ടിയായി മാറിയതായിരിക്കും. അങ്ങനെയുള്ള കടുകട്ടിയായ ഹൃദയമുള്ളവർ ഫവൈലുൽ ഖാസിയത്തി ഖുലൂബുഹും, അങ്ങനെ ഹൃദയകാഠിന്യമുള്ള അത്തരം ആളുകൾക്ക് സത്യം ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അവരത് ഉൾക്കൊള്ളുകയില്ല. ജീവിതത്തിൽ അവർക്ക് ദിശാബോധം ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് അവരുടെ ഹൃദയകാഠിന്യം അവർക്ക് തടസ്സമായി നിലകൊള്ളും. അവർക്കാണ് അള്ളാഹുവിന്റെ ശാപമുള്ളത് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ള കാര്യം. അത്തരം ആളുകൾ വളരെ വ്യക്തമായും വഴികേടിലാണ്, ലലാലത്തിലാണ് എന്ന കാര്യമാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുകയുണ്ടായത്. അതിനെ തുടർന്നാണ് അള്ളാഹു സന്മാർഗികളായ ആളുകൾ പിന്തുടരാൻ വേണ്ടി അവർക്ക് അള്ളാഹു നൽകുന്ന ആ പ്രകാശത്തെ കൂടുതൽ വ്യക്തതയോടുകൂടി തുടർന്നുള്ള ഈ ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള 23-ാമത്തെ ആയത്തില് അത് വിശദമാക്കുന്നത്. അള്ളാഹു കൂടെ പറഞ്ഞല്ലോ, ഫഹു അലാ നൂരിൻ മിർ റബ്ബിഹി, തന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള പ്രകാശത്തിലാണ്. അങ്ങനെയുള്ള ഹൃദയവിശാലത കാരണമായി അള്ളാഹുവിനുള്ള സമർപ്പണത്തിലേക്ക്, അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊള്ളുന്നതിലേക്ക് ഒരാള് വരുമ്പോ അയാൾക്ക് ലഭിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ആ പ്രകാശമാണ് എന്ന് പറഞ്ഞല്ലോ. ആ പ്രകാശം ലഭിച്ച ആളുടെ ദൈവികമായി അയാൾക്ക് ലഭിച്ചിട്ടുള്ള ആ പ്രകാശം, ആ മാർഗദർശനം, അതെന്താണ് എന്നത് വ്യക്തമാകുന്ന വിധത്തിലാണ് തുടർന്നുള്ള 23-ാമത്തെ ആയത്തില് കാര്യങ്ങൾ അള്ളാഹു വിശദമാക്കുന്നത്. അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസി, 23-ാമത്തെ ആയത്ത് തുടങ്ങുന്നത് അങ്ങനെയാണ്. അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസ്, ഏറ്റവും ഉത്തമമായ, ഏറ്റവും ഉത്കൃഷ്ടമായ വചനങ്ങൾ, ഏറ്റവും ഉത്കൃഷ്ടമായ ഭാഷണം അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച നൂറും മിർ റബ്ബിഹി എന്ന് പറഞ്ഞ ആ കാര്യം അള്ളാഹു പകർന്നു നൽകുന്നത്
ഏറ്റവും ഉത്കൃഷ്ടമായ വചനങ്ങൾ, ഏറ്റവും ഉത്കൃഷ്ടമായ ഭാഷണം അവതരിപ്പിച്ചുകൊണ്ടാണ്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, ഏറ്റവും ഉത്കൃഷ്ടമായ, ഏറ്റവും ഉത്തമമായ, ഏറ്റവും ഇഹ്സാൻ നിറഞ്ഞ ഒരു ഹദീസാണ്, ഒരു ഭാഷണമാണ് അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നത്. സാങ്കേതികമായിട്ട് കിതാബും, അള്ളാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും എന്ന നിലക്ക് മനസ്സിലാക്കുന്ന പോലെ ആ അർത്ഥത്തിലല്ല ഇവിടെ ഹദീസ് എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനെ തന്നെ സൂചിപ്പിക്കുന്ന ഒരു വിവരണമാണ് ഈ അൽ ഹദീസ് എന്ന ഈ പദം നൽകുന്നത്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, ഏറ്റവും ഉത്തമമായ ഭാഷണം, ഏറ്റവും ഉത്തമമായ കലാം, ഏറ്റവും ഉത്തമമായ സംസാരം, അല്ലെങ്കിൽ ഏറ്റവും ഉത്തമമായ പ്രസ്താവന എന്നുള്ള നിലക്കൊക്കെ അതിനെ മനസ്സിലാക്കാം. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് അതാണ്. സംഭാഷണങ്ങളിൽ അല്ലെങ്കിൽ ഭാഷണങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായതാണ് വിശുദ്ധ ഖുർആൻ. മനുഷ്യനത് എല്ലാ നിലക്കും ബോധ്യപ്പെടാൻ കഴിയുന്ന വിധത്തില് എല്ലാ ഭാഷണങ്ങളുമായിട്ട് അതിനെ താരതമ്യം ചെയ്ത് നോക്കാവുന്നതാണ്. പൂർവിക കാലങ്ങളില് അള്ളാഹു പ്രവാചകന്മാർക്ക് അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന വേദങ്ങളെ വിശുദ്ധ ഖുർആനോട് ചേർത്ത് വെച്ചൊന്ന് പഠിച്ചു നോക്കിയാൽ ആ വേദങ്ങളെക്കാൾ എത്രയോ ഉത്തമമായ, ഏറ്റവും ഉത്കൃഷ്ടമായ ഭാഷണമാണ് ഖുർആൻ എന്നത് ആർക്കും ബോധ്യപ്പെടും. മറ്റൊന്ന്, ഏത് നിലക്കും ആര് തന്നെയും ഉച്ചരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഭാഷണം ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റ്, ഏത് ടെക്സ്റ്റാണ് അതെങ്കിലും അതിനേക്കാളൊക്കെ ഉയർന്നു നിൽക്കുന്ന ഉത്കൃഷ്ടതയുള്ള ഒരു ടെക്സ്റ്റാണ് വിശുദ്ധ ഖുർആൻ എന്നത് പരിശോധിക്കുന്ന ആർക്കും ബോധ്യപ്പെടും. അപ്പൊ അള്ളാഹു ആ വിധത്തിലൊക്കെ താരതമ്യം ചെയ്ത് മനസ്സിലാക്കാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിലാണ് ഈ കാര്യം ഇവിടെ പ്രസ്താവിച്ചിട്ടുള്ളത്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, ഏറ്റവും ഉത്തമമായ, ഏറ്റവും ഉത്കൃഷ്ടമായ ഭാഷണം അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നു. വേറൊരു ആംഗിളിൽ പറഞ്ഞാൽ ഖുർആൻ മുഴുവനായിട്ടും തന്നെ ഭാഷണമാണ്. അള്ളാഹു സംസാരിക്കുന്നത്, പ്രവാചകന്മാരോട് അള്ളാഹു സംസാരിക്കുന്നത്, അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സംസാരിക്കുന്നത്, ചരിത്രത്തിലെ പല കഥാപാത്രങ്ങളും പരസ്പരം നടത്തിയിട്ടുള്ള സംഭാഷണം അള്ളാഹു ഉദ്ധരിക്കുന്നത്, അങ്ങനെ തുടങ്ങി വിശുദ്ധ ഖുർആന്റെ ഓരോ വരിയും, ഓരോ വാക്യവും തന്നെ, ഓരോ ആയത്തും തന്നെ പല പെർസ്പെക്റ്റീവിലുള്ള, പല തലത്തിലുള്ള, പല ആംഗിളിലുള്ള ഭാഷണങ്ങളാണ് എന്നത് കാണാൻ കഴിയും. എന്താണ് വിശുദ്ധ ഖുർആന്റെ ഘടന? ഒരു കവിതയാണോ, കഥയാണോ, അതല്ല ഒരു നാടകം പോലെയുള്ള ഒരു രചനയാണോ, ഒരു നോവല് പോലെയാണോ? ഇതൊന്നുമല്ല. ഒരു ഗദ്യരൂപത്തിലുള്ള ഒരു ലേഖനവുമല്ല. പിന്നെ എന്താണ് ഖുർആൻ? അത് ഒരു ലിറ്റററി ഫോം എന്നുള്ള നിലയ്ക്ക് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു നിർവചനം നൽകാൻ നമ്മൾ വല്ലാതെ കഷ്ടപ്പെടും. കാരണം വിശുദ്ധ ഖുർആൻ ഈ കാറ്റഗറിയിലൊന്നും പെടുന്നതല്ല. കവിതയല്ല, കഥയല്ല, നോവലല്ല, നാടകമല്ല, ലേഖനമല്ല, ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് പോലെയല്ല. അപ്പൊ ഇതുപോലെയൊന്നുമല്ല. പിന്നെ എന്താണ് വിശുദ്ധ ഖുർആൻ? അതിന്റെ ടെക്സ്റ്റിനെ എങ്ങനെ നമ്മൾ ഒരു ലിറ്റററി ഫോം എന്നുള്ള നിലക്ക് ഒന്ന് ലേബൽ ചെയ്യുമെന്നൊരു ആലോചന നമ്മളിൽ ഉണ്ടാവുക സ്വാഭാവികമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അതിനെക്കുറിച്ച് നൽകുന്ന പ്രസ്താവന തന്നെയാണ്, വിവരണം തന്നെയാണ് അതിനെ ഏത് വിധത്തിലുള്ള ലേബൽ നൽകിക്കൊണ്ട് വിശേഷിപ്പിക്കണം എന്നത് നമുക്ക് പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ നമുക്ക് എളുപ്പമാക്കി തരുന്നത്. അതേ ഹദീസ് എന്നതാണ്. വിശുദ്ധ ഖുർആനെ കുറിച്ച് അള്ളാഹു തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് എന്നാണ്. ഏറ്റവും ഉത്തമമായ ഭാഷണം. ഹദസ എന്ന് പറഞ്ഞാല് പല അർത്ഥങ്ങളും ഉണ്ട്. അതിലൊരർത്ഥം സംഭാഷണം, സംസാരിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളതാണ്.
അതിന്റെ പല രൂപങ്ങളും ഈ ആളുകൾ തമ്മിലുള്ള സംഭാഷണത്തെ പരാമർശിക്കുന്ന വിധത്തിലുണ്ട്, ആ പദത്തിനുണ്ട്. അങ്ങനെയാണ് ഹദീസ് എന്ന വാക്കിന് ഭാഷണം, സംസാരം എന്നൊക്കെയുള്ള ഒരു അർത്ഥം ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഖുർആൻ ഏറ്റവും ചേരുന്ന, അതിന്റെ ഒരു ലിറ്റററി ഫോം എന്നുള്ള നിലയ്ക്ക് ഖുർആൻ ഏറ്റവും ചേരുന്ന ഒരു വിവരണം. ഖുർആൻ എന്നത് തുടക്കം മുതൽ അവസാനം വരെയുള്ളത് ഭാഷണമാണ്. അള്ളാഹു മനുഷ്യരാശിയോട് സംസാരിക്കുന്നതുണ്ട്, അള്ളാഹു പ്രവാചകനോട് സംസാരിക്കുന്ന വിധത്തിലുണ്ട്, പ്രവാചകന്മാരുടെ സംസാരമുണ്ട്, വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്ന പല കഥാപാത്രങ്ങളുടെ സംസാരമുണ്ട്. ഇങ്ങനെ ഈ വിധത്തിലുള്ള സംസാരങ്ങളാണ് ഖുർആൻ മുഴുവനായിട്ടും ഉള്ളത്. അങ്ങനെയുള്ള ഭാഷണം ആയിട്ടല്ലാത്ത യാതൊന്നും ഖുർആനിൽ കാണാൻ കഴിയില്ല. ഖുർആൻ മുഴുവനായിട്ടും തുടക്കം മുതൽ അവസാനം വരെ ഇതേ വിധത്തിലുള്ള ഭാഷണങ്ങളാണ്. ആ ഭാഷണം നടത്തുന്ന ആളുകൾ മാറും, ആരെ അഭിമുഖീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഭാഷണം നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് എന്നതിന് മാറ്റം ഉണ്ടാവും, അതിന്റെ കേൾവിക്കാർക്ക് മാറ്റം ഉണ്ടാവും. പക്ഷെ ഉടനീളം ഖുർആന്റെ ഒരു ഘടന, ശൈലീപരമായ ഒരു ഘടന എന്ന് പറയുന്നത് ഒരു ഭാഷണത്തിൻ്റെതാണ്. ആളുകളൊക്കെ മാറിക്കൊണ്ടിരിക്കും, അഭിസംബോധന ചെയ്യപ്പെടുന്ന ആളുകൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കും. പക്ഷെ എപ്പോഴും ഇതൊരു ഭാഷണമാണ്, ഒരു ഹദീസാണ്, സംസാരമാണ്. അപ്പൊ ഏറ്റവും ഉത്തമമായ, ഏറ്റവും ഉത്കൃഷ്ടമായ ഭാഷണമാണ് അള്ളാഹു ഇറക്കിയിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. മുകളിൽ സൂചിപ്പിച്ച അള്ളാഹു മനുഷ്യ ഹൃദയങ്ങൾക്ക് വഴികാട്ടിയായിക്കൊണ്ട് ഒരു പ്രകാശം ഇറക്കിക്കൊടുത്ത കാര്യമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതിനുള്ള ഒരു വിശദീകരണമാണ് ഈ ആയത്തിൽ നൽകപ്പെടുന്നത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയുള്ള ഭാഷണമാണിത്? കിതാബൻ മുതശാബിഹം മസാനി, രണ്ട് പദങ്ങളാണ് ഖുർആന്റെ ആശയപരമായ അല്ലെങ്കിൽ ശൈലീപരമായ കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു ഇവിടെ ഉപയോഗിക്കുന്നു. ഒന്നത് കിതാബാണ്, ഒരു ഗ്രന്ഥരൂപത്തിൽ തന്നെ ഭൂമുഖത്ത് അവശേഷിക്കാനിരിക്കുന്നതാണത്. കിതാബായിട്ട് ഒരു വേദഗ്രന്ഥം എന്ന നിലക്ക് അത് ഈ ഹദീസ്, ഈ ഭാഷണം മനുഷ്യ സമൂഹത്തിൽ നിലക്കൊള്ളും. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു കിതാബാണ്. ആ കിതാബിന്റെ രണ്ട് പ്രത്യേകതകൾ, ഒന്ന് അത് മുത്തശാബിഹാണ്, രണ്ടാമത്തത് അത് മസാനിയാണ്. മുത്തശാബിഹ് എന്ന് പറഞ്ഞാൽ സാദൃശ്യമുള്ളത് എന്നാണ് അർത്ഥം. മസാനി എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചു വരുന്നത് എന്നാണ് അർത്ഥം. സൂറത്തുൽ ഫാത്തിഹയെ പരാമർശിച്ചുകൊണ്ട് അങ്ങനെ മസാനി എന്ന്, സബഉം മിനൽ മസാനി എന്ന ഒരു പ്രയോഗം ഖുർആൻ നടത്തുന്നത് കാണാൻ കഴിയും. ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന 7 വാക്യങ്ങൾ എന്ന വിധത്തിൽ വിവർത്തനം ചെയ്യപ്പെടാറുള്ള ഒരു വിവരണമാണത്. ഇവിടെ മുത്തശാബിഹ് എന്ന പദം സൂറത്തു ആലി ഇമ്രാനില് 7-ാമത്തെ ആയത്തിൽ നമ്മൾ വിശദമായി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. 2 തരം ആയാത്തുകൾ, മുഹക്കമാത്തും മുത്തശാബിഹാത്തുമായിട്ടുള്ള ആയാത്തുകളെ കുറിച്ച് അവിടെ പരാമർശിക്കപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. ഇവിടെ അള്ളാഹു അങ്ങനെ ആയാത്തുകളുടെ ഒരു പ്രത്യേകതയായിട്ട് അല്ലാതെ വിശുദ്ധ ഖുർആന്റെ സാകല്യത്തില് അതിനെ മുത്തശാബിഹ് എന്ന് വിളിച്ചിരിക്കുകയാണ്. കിതാബും മുത്തശാബിഹുൻ ആണ് ഇവിടെ ഖുർആന്റെ വിവരണത്തിൽ ഖുർആൻ. അള്ളാഹു ആ വിധത്തിലാണ് ഖുർആനെ ഇവിടെ പരിചയപ്പെടുത്തുന്നത്, കിതാബുൻ മുത്തശാബിഹുൻ. അതുപോലെ കിതാബുൻ മസാനി, 2 വിവരണങ്ങൾ. ഒന്ന് സദൃശതയുള്ള വേദഗ്രന്ഥം, രണ്ടാമത്തത് ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ആവർത്തനമുള്ള വേദഗ്രന്ഥം. വിശുദ്ധ ഖുർആൻ അതിന്റെ ആശയങ്ങളും അതിലെ വാക്കുകളും പദങ്ങളും ഒക്കെ തന്നെ നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നമ്മൾ ഇതിനകം വേണ്ടതിലേറെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. സൂറത്തുൽ ഫാത്തിഹ മുതൽ നമ്മളിപ്പോ എത്തി നിൽക്കുന്ന സൂറത്ത് സുമർ വരെ പഠന വിധേയമാക്കിയപ്പോ ഒരുപാട് കാര്യങ്ങൾ ആവർത്തിച്ച് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്.
മനുഷ്യന്റെ രചനയിലാണ് ഈ ആവർത്തനം ഉണ്ടാവുന്നതെങ്കിൽ അത് അങ്ങേയറ്റം മുഷിപ്പുണ്ടാക്കുന്നതായിരിക്കും. അത് ഒരു പുസ്തകത്തിന്റെ ഏറ്റവും മോശമായ ഒരു ആസ്പെക്റ്റ് ആയിട്ട് ആരും വിലയിരുത്തുന്ന ഒരു സംഗതിയായിരിക്കും. ആവർത്തനം എന്നുള്ളത് വിരസത ഉണ്ടാക്കുന്നതായിട്ടാണ് സാഹിത്യ ലോകത്ത് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യം. പക്ഷെ ശ്രദ്ധേയമായൊരു സംഗതി, ആവർത്തനം എന്നത് ഒരു മെറിറ്റ് ആയിട്ട്, ഈ കിതാബിന്റെ ഒരു മികവായിട്ട് അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. മസാനിയാണ് ഈ കിതാബിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞല്ലോ. ആവർത്തിച്ച് കാര്യങ്ങളെ പ്രതിപാദിക്കുന്ന ഒരു ശൈലിയുള്ള ഒരു ഗ്രന്ഥമാണിത്. അത് അതിന്റെ ഒരു മെറിറ്റ് ആയിട്ടാണ് ഇവിടെ അള്ളാഹു പ്രത്യേകം എടുത്തു പറയുന്നത്. അതിന്റെ കാരണം ഖുർആൻ തദ്കിറത്തായിട്ട് പ്രവർത്തിക്കാനുള്ളതാണ്. ഇതിന്റെ അവതരണം മുതൽ ഇന്ന് വരെ ആയിരത്തിലേറെ 1500ഓളം വർഷങ്ങൾ മനുഷ്യൻ നിരന്തരമായിട്ട് ഈ കിതാബിന്റെ പല ഭാഗങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയിൽ ഏർപ്പെടുകയാണ്. നമസ്കാരത്തിൽ ദീർഘമായി പാരായണം ചെയ്തുകൊണ്ട് ഈ കിതാബിന്റെ വിവിധ ഭാഗങ്ങളാണ് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ നിത്യജീവിതത്തിലെ പാരായണത്തിലും വിശുദ്ധ ഖുർആന്റെ പല ഭാഗങ്ങളും അവർ ആവർത്തിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ട് അള്ളാഹു ഈ ആവർത്തനം ഇതിൽ ഉൾപ്പെടുത്തുന്നു എന്നത് കൃത്യമായിട്ട് നമുക്ക് അനുഭവത്തിലൂടെ അതിനൊരു ഉത്തരം ലഭിക്കും. വിശുദ്ധ ഖുർആന്റെ ഏത് ഭാഗമാണ് നമ്മൾ നമസ്കാരത്തിലോ അല്ലാത്ത സന്ദർഭങ്ങളിലോ പാരായണം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നതെങ്കിലും മനുഷ്യ മനസ്സിനെ പിടിച്ചു നിർത്തുന്ന വിധത്തിൽ, മനുഷ്യ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന വിധത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നിരന്തരം അതിൽ കേൾക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന അല്ലെങ്കിൽ പാരായണം ചെയ്ത് കേൾക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഏത് ഭാഗം പാരായണം ചെയ്താലും അയാളുടെ മനസ്സിനെ വലിയ ആഴത്തിൽ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരേ വിഷയം തന്നെ ആവർത്തിച്ച് പല ശൈലിയിലും രൂപത്തിലും ഒക്കെ പരാമർശിക്കപ്പെടുന്നത് അത് പാരായണം ചെയ്യുന്നവരുടെയും കേൾക്കുന്നവരുടെയും ഹൃദയങ്ങളുമായി നേരിട്ട് ഒരു റെസിപ്രോസിറ്റി ഉണ്ടാക്കുന്ന വിധത്തിലുള്ളതാണ്. ഒരു വിഷയാധിഷ്ഠിതമായിട്ടുള്ള ഒരു രചനയായിരുന്നു ഖുർആൻ എങ്കിൽ അതിലിപ്പോ ഒരു വിഷയത്തിൽ ഇപ്പോ ബനു ഇസ്രായേലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം ഒരു അധ്യായത്തിൽ മുഴുവനായിട്ടും, മൂസ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം മുഴുവനായിട്ടും വേറൊരു അധ്യായത്തിൽ അല്ലെങ്കിൽ ഇതേ അധ്യായത്തിന്റെ ഭാഗമായിട്ട്, അങ്ങനെ വിഷയാധിഷ്ഠിതമായിട്ടുള്ള ഒരു രചനയായിരുന്നെങ്കിൽ ഒരിക്കലും തന്നെ ഈ ഒരു ഇമ്പാക്റ്റ് ഇതിന്റെ പാരായണം ചെയ്യുന്നവരുടെയോ കേൾക്കുന്നവരുടെയോ മനസ്സിലുണ്ടാക്കൂല. കാരണം ഇതിലൊക്കെയും ചില തെദ്കിറത്ത് അടങ്ങിയിട്ടുണ്ട്, ദിക്റ അടങ്ങിയിട്ടുണ്ട്, ഓർമ്മപ്പെടുത്തല്, ഉത്ബോധനം, ആളുകളുടെ മനസ്സിനെ വളരെ ശക്തമായി പ്രചോദിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന കാര്യം. ഈ സംഗതികളൊക്കെ നിരന്തരമായി വരുന്നത് അള്ളാഹു ചരിത്രവും പ്രവാചകന്മാരുടെ അനുഭവങ്ങളും അള്ളാഹു മനുഷ്യരാശിക്ക് നൽകുന്ന ധാർമ്മിക അധ്യാപനങ്ങളും അതുപോലെ വിശ്വാസപരമായ അടിത്തറ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള വളരെ ആഴത്തില് മനനം ചെയ്യേണ്ടിയിരിക്കുന്ന തരത്തിലുള്ള ആയത്തുകളും ഒക്കെ തന്നെ അതിവിസ്മയകരമായ വിധത്തിൽ മിക്സപ്പ് ചെയ്തുകൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നത് കാരണമായി വിശുദ്ധ ഖുർആന്റെ ഏത് ഭാഗം ഒരാൾ വായിക്കാനോ കേൾക്കാനോ ഇടയായാലും അതിന് അയാളുടെ മനസ്സിന് ഉള്ള തേട്ടം പൂർത്തീകരിക്കാൻ സാധിക്കും. അയാളുടെ മനസ്സിൽ തഖ്വ ഉണർത്താൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ഉണർത്താൻ ഈ ആയാത്തുകൾ ഏത് ഭാഗം പാരായണം ചെയ്താലും ഏത് ഭാഗം കേൾക്കാനിടയായാലും അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നതാണ് വസ്തുത.
ഇത് വിശുദ്ധ ഖുർആന്റെ ഒരു മെറിറ്റ് ആണ്. ഒരു അതിന്റെ ശൈലീപരമായ അല്ലെങ്കിൽ അതിന്റെ രചനാപരമായിട്ടുള്ള ഒരു വലിയ ഉത്കൃഷ്ടതയാണ് എന്നതാണ് അള്ളാഹുവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. വിശുദ്ധ ഖുർആൻ അല്ലാത്ത ലോകത്ത് മറ്റൊരു രചനയുടെ കാര്യത്തിലും ആവർത്തിച്ച് കാര്യങ്ങൾ പറയുന്നു എന്നത് ഒരു ഹൈലൈറ്റ് ആയിട്ട്, ഒരു എടുത്തു പറയേണ്ട ഒരു ഗുണമായിട്ട് പരാമർശിക്കപ്പെടാൻ പറ്റുന്ന വിധത്തിൽ ലോകത്ത് ഒരു ഗ്രന്ഥവും ഇല്ല. ആവർത്തിക്കപ്പെടുക എന്നത് ഏത് രചനയുടെയും ഒരു മോശം ആസ്പെക്റ്റ് ആയിട്ടാണ് എപ്പോഴും ആളുകൾ പരാമർശിക്കാറുള്ളത്. പക്ഷെ വിശുദ്ധ ഖുർആന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എന്തിനു വേണ്ടിയാണോ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ പേർപ്പസ് സെർവ് ചെയ്യുന്ന വിധത്തിലാണ് അതിലെ ഏത് ഭാഗവും. അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അവര് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള അവരുടെ മനസ്സിൽ തഖ്വ ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ വിശുദ്ധ ഖുർആന്റെ ഏത് ഭാഗം വായിച്ചാലും ഫലം ചെയ്യും എന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള അഹ്സനുൽ ഹദീസാണ് ഒരു കിതാബായിട്ട് അള്ളാഹു അവതരിപ്പിച്ച് തന്നിരിക്കുന്നത് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ഇതില് രണ്ട് വിവരണങ്ങൾ നൽകപ്പെട്ടതിൽ ആദ്യത്തെ മുത്തശാബിഹിലേക്ക് തിരിച്ചു പോകുമ്പോൾ അത് ആയാത്തുകളെ കുറിച്ചുള്ള വിവരണമല്ല, ഖുർആൻ ഒരു കിതാബ് എന്നുള്ള നിലക്കുള്ള വിവരണമാണ് ഇവിടെ. മുത്തശാബിഹ് എന്നത് സദൃശത ഉള്ളത് അല്ലെങ്കിൽ സദൃശത എന്ന ഒരു ഹൈലൈറ്റ്, ഒരു വലിയ പ്രത്യേകത ഉള്ള ഒരു കിതാബാണിത്. എന്ന് പറഞ്ഞാൽ എന്താണ്? പല ആംഗിളിലും നമുക്ക് ഈ മുത്തശാബിഹ് എന്ന വാക്കിനെ ഉൾക്കൊള്ളാൻ സാധിക്കും. ഒന്ന്, സകല പൂർവിക വേദങ്ങളുമായിട്ട് ഈ കിതാബിന് സദൃശതയുണ്ട്. പൂർവിക വേദങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്ന കേന്ദ്ര ആശയം അത് തന്നെയാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. ഒരു സദൃശത അതാണ്. ഇപ്പൊ ബൈബിളില് ഓൾഡ് ടെസ്റ്റമെന്റിലും ന്യൂ ടെസ്റ്റമെന്റിലും ഒക്കെ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഒരുപാട് ചരിത്ര സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിൽ വരുന്നത് കാണാം. സദൃശതയുടെ ഒരു തലമാണത്. ഈ രണ്ട് ഓൾഡ് ടെസ്റ്റമെന്റിന്റെയും ന്യൂ ടെസ്റ്റമെന്റിന്റെയും അകക്കാമ്പ് എന്താണ് എന്ന് തേടിപ്പോയാൽ അത് ഏകദൈവത്വമാണ് എന്ന് കാണാൻ കഴിയും. പൗരാണിക ഭാരതീയ വേദഗ്രന്ഥങ്ങളിലും ഈ വിധത്തിലുള്ള ഒരു കേന്ദ്ര ആശയം എന്നുള്ള നിലയ്ക്കുള്ള ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്നത് കാണാൻ സാധിക്കും. അവിടെയും ഒരു സദൃശ്യതയുടെ തലം നമുക്ക് കാണാം. ഇനി വിശുദ്ധ ഖുർആന്റെ അകത്ത് തന്നെ ഒരു തശാബുഹിന്റെ ഒരു ശൈലീപരമായ ഒരു പ്രത്യേകത ഉണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ ഒരുപാട് ആശയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വേദഗ്രന്ഥമാണ്. അതിൽ ആയാത്തുകള് അസംഖ്യം ആശയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഈ ആശയങ്ങളൊക്കെ വ്യത്യസ്തമായ ആശയങ്ങളാണെങ്കിലും വ്യത്യസ്തമായ സംഭവങ്ങളും കഥകളും എപ്പിസോഡ്സും ആനക്ഡോട്ട്സും ഒക്കെ അടങ്ങിയതാണെങ്കിലും ഇതിന് പരസ്പരം ഹാർമോണിയസ് ആയി നിൽക്കാൻ കഴിയുന്ന ഒരു 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 ഏകത അതിന്റെ ആശയപരമായ ഒരു പ്രത്യേകതയായിട്ട് നിലകൊള്ളുന്നു എന്നതാണ്. വൈരുദ്ധ്യമില്ലാത്ത ഒരേ അടിസ്ഥാന ആശയം വിസ്മയകരമായ വിധത്തിൽ എല്ലായിടത്തും വന്നു ചേരുന്നത്, മേളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ആശയപരമായ തീമാറ്റിക് ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ അതിലേത് ഭാഗത്തിനും മറ്റു ഭാഗങ്ങളുമായിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ ഓരോ ആയത്തും ഇതര ആയത്തുകളുമായിട്ട് സദൃശപ്പെട്ടിട്ടുണ്ട്. ഏത് ആയത്തെടുത്താലും അത് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം, അതേ ആശയം തന്നെ ബാക്കി എല്ലാ ആയത്തുകളിലും നമുക്ക് കിട്ടുന്നു. അതിന് വിരുദ്ധമായതോ അതിനോട് ഇടയുന്നതോ അതിനോട് ചേർന്നു പോകാത്തതോ ആയ ആശയങ്ങളല്ല. അപ്പോ ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് മുത്തശാബിഹ് എന്ന പദം ഇവിടെ ഉപയോഗിക്കുക വഴി എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സദൃശതയ്ക്ക് രണ്ട് അടിസ്ഥാന സാധ്യതകളാണ് ഞാനിവിടെ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, പൂർവിക വേദങ്ങളിൽ മുന്നോട്ട് വയ്ക്കപ്പെട്ട ആശയങ്ങളുമായിട്ട് വലിയ സദൃശത
ഖുർആന്റെ ആയാത്തുകൾക്ക് ഖുർആനിന് തന്നെയും കാണാൻ സാധിക്കും. രണ്ടാമത്തത്, ഖുർആനിലെ ഓരോ ആയത്തും മറ്റ് ആയത്തുകളുമായി സദൃശ്യപ്പെടുന്ന വിധത്തിലാണ്. വൈജാത്യമുള്ള വിധത്തിലല്ല, വ്യത്യാസപ്പെട്ടുകൊണ്ടല്ല. ഏത് ആയത്തും അടിസ്ഥാനപരമായി വേറെ ഏത് ആയത്തുമായിട്ടും ചേർന്നു പോകുന്ന, ഒരേ ആശയം കോർത്തിണക്കുന്ന വിധത്തിലുള്ള ഒരു പ്രത്യേകത വിശുദ്ധ ഖുർആന്റേത് നമുക്ക് കാണാൻ കഴിയും. ഒരു ആയത്തെടുത്ത് മറ്റൊരു ആയത്തുമായി വൈരുദ്ധ്യമാണ് എന്നത് നമുക്ക് സ്ഥാപിക്കാൻ സാധ്യമല്ല. അടിസ്ഥാനപരമായ ഒരു കേന്ദ്ര ആശയം വിശുദ്ധ ഖുർആന്റെ ഏത് ഭാഗവും മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. ഈ കാര്യമാണ് വിശുദ്ധ ഖുർആന്റെ ശൈലിയെക്കുറിച്ച് ഇവിടെ അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ഖുർആനെ ഒരു ഗ്രന്ഥം എന്നുള്ള നിലക്ക് പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഈ ആയത്തുകള് കാണാതെ പോകാൻ പാടില്ല. വളരെ കൃത്യമായിട്ട് ഈ കിതാബിന്റെ ജാനറിക് കാറ്റഗറി ഏതാണ് എന്നത് ഇവിടെ പറഞ്ഞു തന്നിരിക്കുകയാണ്. അതൊരു ഹദീസാണ്, അതൊരു ഭാഷണമാണ്, അത് ഒരു ഗ്രന്ഥരൂപത്തില് നിലനിൽക്കാനുള്ളതാണ്, കിതാബാണ്. മൂന്നാമത്തെ ഒന്ന്, ഇത് മുത്തശാബിഹായ ഒരു കിതാബാണ്. അതിന്റെ ഏത് ഭാഗവും മറ്റൊരു ഭാഗവുമായി സദൃശ്യപ്പെട്ടിട്ടാണുള്ളത്. പൂർവിക വേദങ്ങളുമായിട്ടും അതിന് സാദൃശ്യമുണ്ടാകും. നാലാമത്തെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ ആശയങ്ങൾ ആവർത്തിച്ച് പ്രതിപാദിക്കപ്പെടുന്നു എന്നതാണ്. മസാനിയാണത്. ഈ പ്രത്യേകതകളൊക്കെ അടങ്ങിയിട്ടുള്ള ഏറ്റവും ഉത്കൃഷ്ടമായ ഭാഷണമാണ് നാം അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. എന്നിട്ട് പറയുന്ന കാര്യം നോക്കുക. തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. തങ്ങളുടെ റബ്ബിനോട് ഭയപ്പാടുള്ള ആളുകളുടെ, അവർക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് വിശുദ്ധ ഖുർആനിലെ ഈ പരാമർശിക്കപ്പെട്ട സംഗതികൾ, അല്ലെങ്കിൽ ഖുർആന്റെ സാകല്യത്തില് തന്നെയും. തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. തങ്ങളുടെ റബ്ബിനോട് ഭയപ്പാടുള്ള ആളുകൾ, അവരുടെ ചർമ്മം വിറകൊള്ളുന്ന വിധത്തിലായി മാറുന്നു. മലയാളത്തിൽ രോമാഞ്ചം അനുഭവപ്പെടുന്നു എന്ന് പറയാം. അവരുടെ രോമം എടുത്തു പിടിച്ചു നിൽക്കുന്ന വിധത്തിലുള്ള ഒരു റെസ്പോൺസ് ഖുർആൻ കേൾക്കാനിടയാകുമ്പോൾ, അള്ളാഹുവിനെ അംഗീകരിച്ച, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആന്റെ പാരായണം കേൾക്കാനിടയായാൽ, അല്ലെങ്കിൽ സ്വയം പാരായണം ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ആണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. തഖ്ശഇറു എന്ന് പറഞ്ഞ വിറകൊള്ളുക എന്നാണ് പദത്തിലുള്ള അതിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം. ജുലൂദ് എന്ന് പറഞ്ഞാൽ ചർമ്മങ്ങളാണ്. അപ്പോ തഖ്ശഇറു മിൻഹുൽ ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. തങ്ങളുടെ റബ്ബിനോട് ഭയപ്പാടുള്ള ആളുകൾക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്ന, അവരുടെ ചർമ്മങ്ങളെ വിറകൊള്ളിക്കുന്ന വിധത്തിലുള്ളതാണ് ഈ കിതാബ്. അതിന്റെ ഇമ്പാക്റ്റ് ആണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ചർമ്മങ്ങളെ വിറകൊള്ളിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ വായനക്കാരനെ രോമാഞ്ചം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു ശൈലി എന്നത് വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയാവുന്ന വിധത്തില് ലോകത്തൊരു ഗ്രന്ഥത്തെ കുറിച്ചും നമുക്ക് പറയാൻ കഴിയില്ല. വിശുദ്ധ ഖുർആന്റെ ഏതേത് ഭാഗം വായിച്ചാലും ഈ ഒരു അനുഭവം അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. മനുഷ്യരുടെ രചനകളുടെ കൂട്ടത്തില് ചില വരികളൊക്കെ, ഏത് പുസ്തകത്തിന്റെയും ചില വരികളൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു ഇമ്പാക്റ്റ് മനുഷ്യനിൽ ഉണ്ടാക്കുന്നതായിട്ട് കാണാം. പക്ഷെ ഖുർആന്റെ ഒരു പ്രത്യേകത, അതിന്റെ ഏത് ഭാഗവും ചർമ്മങ്ങളെ ഉണർത്തുന്ന, അല്ലെങ്കിൽ ചർമ്മങ്ങളെ വിറകൊള്ളിക്കുന്ന വിധത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് അത് ഉണ്ടാക്കുക. എന്നിട്ട് അള്ളാഹു പറയുന്നത് സുമ്മ തലീനു ജുലൂദുഹും, പിന്നെ അവരുടെ ചർമ്മങ്ങൾ അനന്തരം തരളിതമായി മാറുകയാണ്. ചർമ്മങ്ങൾക്ക് ഒരു തരം ചർമ്മങ്ങൾ തരളിതമാവുന്ന, വളരെ സോഫ്റ്റൻഡായി മാറുന്ന എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവരുടെ കാതുകളിലും ഹൃദയങ്ങളിലും മാത്രമല്ല ഇതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത്.
അവരുടെ രോമകൂപങ്ങളിലും ഓരോ ചർമ്മത്തിന്റെ ഓരോ തലത്തിലും അത് അനുഭവപ്പെടുന്നുണ്ട് എന്നതാണ്. അവരുടെ ശരീരം ഒന്നാകെ തന്നെ ഈ ആയാത്തുകൾ കാരണമായിട്ട് തരളിതമാവുന്നുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. തഖ്ശഇറു മിൻഹു ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും. അതിനെ തുടർന്ന് അവരുടെ ചർമ്മങ്ങള് തരളിതമാവുന്നു, അത് സോഫ്റ്റൻഡ് ആകുന്നു, അത് കൂടുതൽ വിധേയത്വം കാണിക്കുന്ന, അള്ളാഹുവിനോട് ഉള്ള ആ വിധേയത്വം പ്രകടമാക്കുന്നതായി മാറുന്നു. വഖുലൂബുഹും, അത് ചർമ്മങ്ങൾ മാത്രമല്ല, വഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങളും. തലീനു എന്നത് ഈ ഹൃദയങ്ങളെ കൂടി പരാമർശിക്കുന്നതാണ്. ജുലൂദും ഖുലൂബും ഒക്കെ തന്നെ ഒരുപോലെ തരളിതമായി മാറുന്നു ഈ ആയാത്തുകൾ കാരണമായി. എന്തിനാണ് ഇങ്ങനെ തരളിതമാവുന്നത്? ഇലാ ദിക്രില്ല, അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് ആണ് ഈ ഹൃദയവും ചർമ്മങ്ങളും ഒക്കെ സോഫ്റ്റൻഡ് ആയി മാറുന്നത്. നേരത്തെ ഖാസിയത്ത് ഖുലൂബുഹും എന്ന് പറഞ്ഞല്ലോ. ഖാസിയത്തുൽ ഖുലൂബ് എന്ന് പറയുന്നത് ഹൃദയങ്ങളുടെ ഭയങ്കര കാഠിന്യം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. കടുകട്ടിയായ ഹൃദയം. ഇവിടെ വളരെ ലോലമായി മാറിയ ഹൃദയവും ചർമ്മവുമാണ് ഖുർആൻ ശ്രവിക്കുന്നത് കാരണമായി, പാരായണം ചെയ്യുന്ന കാരണമായി ആളുകളിൽ ഉണ്ടാകുന്നത് എന്ന കാര്യമാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. അപ്പോ സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ല, അള്ളാഹുവിനെ സ്മരിക്കുന്നതിനായിട്ട് അവരുടെ ഹൃദയങ്ങള് തരളിതമായി മാറും, അവരുടെ ചർമ്മങ്ങള് അതിനു വേണ്ടി തരളിതമായി മാറുന്നു, അല്ലെങ്കിൽ അത് വളരെ സോഫ്റ്റൻഡ് ആവുന്നു. ആ കടുകട്ടിയായ ഹൃദയവും കടുകട്ടിയായ ചർമ്മവുമല്ല, ശരീരത്തിന്റെ ഏത് സ്പോട്ടിലും അള്ളാഹുവിന്റെ ഈ കിതാബ് പാരായണം ചെയ്യുമ്പോൾ, അത് കേൾക്കാനിടയാകുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു ഇമ്പാക്റ്റ് അനുഭവപ്പെടാൻ സാധിക്കും എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ദാലിക ഹുദല്ലാഹ്, ഇതാണ് അള്ളാഹുവിന്റെ മാർഗദർശനം. യഹ്ദി ബിഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗികളാക്കുന്നത് അല്ലെങ്കിൽ മാർഗദർശനം ചെയ്യുന്നത് ഈ കിതാബ് വഴി ഈ വിധത്തിലാണ്. ഹൃദയങ്ങളെ അത് തരളിതമാക്കുന്നു, ചർമ്മങ്ങളെ അത് വിജൃംഭിതമാക്കി മാറ്റുന്നു. ഇതാണ് ഖുർആൻ അതിന്റെ പാരായണം ചെയ്യുന്ന, അത് ശ്രവിക്കുന്ന ആളുകളിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്. അത് കാരണമായിട്ട് അവര് അള്ളാഹുവിനെ സ്മരിക്കുന്നതിലേക്ക് മനസ്സും ശരീരവും പാകപ്പെട്ടവരായി മാറും. ദാലിക ഹുദല്ലാഹി യഹ്ദി ബിഹി മൻ യശാ, ഇതാണ് അള്ളാഹുവിന്റെ മാർഗദർശനം. ഇത് വെച്ചുകൊണ്ടാണ്, ഇത് മുഖേനയാണ് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ മാർഗദർശനം ചെയ്യുന്നത്. ഇനി വമൻ യുദ്ലിലില്ലാഹു, ആരെയെങ്കിലും അള്ളാഹു ദുർമാർഗത്തിലേക്ക് വിടുന്നുവെങ്കിൽ, സന്മാർഗം നൽകാതെ വിട്ടുകളയുന്നു, അവനെ അബദ്ധസഞ്ചാരത്തിനായിട്ട് വിടുന്നുവെങ്കിൽ, ആരെങ്കിലും വഴികേടിൽ പോവാൻ അള്ളാഹു വിടുന്നുവെങ്കിൽ, ഫമാ ലഹു മിൻ ഹാദ്, പിന്നെ അവന് സന്മാർഗം കാണിക്കാനായിട്ട് ഒരാളും തന്നെ ഇല്ല. ഫമാ ലഹു മിൻ ഹാദ്, നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഹൃദയങ്ങൾക്ക് വല്ലാത്ത കാഠിന്യം ഉണ്ടാവുന്ന തരം ആളുകൾ, ചർമ്മങ്ങളിൽ ഒരു പ്രതികരണവും ഉണ്ടാക്കാത്ത തരം ആളുകൾ, അത്തരം ആളുകൾ അവരുടെ സ്വയംകൃത അനർത്ഥം എന്ന നിലക്കാണ് ആ ഹൃദയകാഠിന്യവും ചർമ്മങ്ങൾ കട്ടിയായി മാറുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകുന്നത് അത് കാരണമായിട്ടാണ്. അത്തരം ആളുകൾക്ക് അള്ളാഹുവിന്റെ ഹിദായത്ത് ലഭിക്കുന്നില്ല. അങ്ങനെ അള്ളാഹു ആർക്കാണോ ഹിദായത്ത് നൽകാതെ നിന്നിട്ടുള്ളത്, ആർക്കാണോ അള്ളാഹു ലലാലത്തിലേക്ക് പോകാൻ വഴി തുറന്നു കൊടുത്തിട്ടുള്ളത്, അങ്ങനെയുള്ള ഒരാളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ ഒരാൾക്കും സാധ്യമല്ല. ഫമാ ലഹു മിൻ ഹാദ്, അയാൾക്ക് ഹാദാവാൻ, അയാളുടെ ഹാദിയാവാൻ, അയാളുടെ മാർഗദർശിയാവാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ അള്ളാഹു പരാമർശിച്ച അഫമൻ ശറഹല്ലാഹു
സ്വദ്റഹു ലിൽ ഇസ്ലാം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അള്ളാഹുവിന് വിധേയപ്പെടാൻ വേണ്ടി ഹൃദയത്തെ അള്ളാഹു വിശാലമാക്കി കൊടുത്ത ഒരാള്, അയാൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു പ്രകാശത്തിലാണ് എന്ന് പറഞ്ഞു. ആ പ്രകാശം അയാളെ വഴി കാണിക്കും, അയാൾക്ക് ജീവിതത്തിൽ മാർഗദർശനം നൽകും. ആ പ്രകാശമാണ് അള്ളാഹു ഇവിടെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുക വഴി ആളുകൾക്ക് പകർന്നു നൽകിയിട്ടുള്ളത് എന്നാണ് ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. അത് മനുഷ്യ മനസ്സിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ് എന്നതും അതിന്റെ സ്വാധീനം എന്താണ് എന്നതും അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ടായി. മനുഷ്യ ഹൃദയങ്ങളിലും മാത്രമല്ല, മനുഷ്യരുടെ ചർമ്മങ്ങളെ വരെ അത് വല്ലാതെ സ്വാധീനിക്കുന്നു എന്നതാണ്. എന്തിനു വേണ്ടിയാണ്, ഏത് വിധത്തിലുള്ള സ്വാധീനാണ്? ഇലാ ദിക്രില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിന്റെ സ്മരണയിലേക്കാണ് അവര് പ്രേരിതരാവുന്നത്. അള്ളാഹുവിന്റെ സ്മരണയിലേക്കാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്മരണയുള്ളവരാകുന്ന വിധത്തിലാണ് അവരുടെ ഹൃദയങ്ങളും അതുപോലെ അവരുടെ ചർമ്മങ്ങളും ഒക്കെ പാകപ്പെടുന്നത്. വിശുദ്ധ ഖുർആന്റെ പാരായണവും അത് ശ്രവിക്കലും കാരണമായിട്ട് എന്ന കാര്യമാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.